ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട പോളിംഗ് അവസാനിക്കുമ്പോൾ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട അന്തിമ കണക്കുകൾ പ്രകാരം പോളിംഗ് ശതമാനം 65.08%. ഈ റെക്കോർഡ് പോളിംഗ് ബീഹാറിലെ ജനങ്ങൾ ഒരു വലിയ മാറ്റത്തിനായി തീരുമാനിച്ചുറച്ച് ഇറങ്ങിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഈ അസാധാരണമായ വോട്ടിംഗ് ശതമാനം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന കാര്യത്തിൽ മുന്നണി നേതൃത്വങ്ങൾക്കിടയിൽ കടുത്ത ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടെങ്കിലും ചരിത്രപരമായ കണക്കുകൾ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ സാധ്യതകളാണ് തുറന്നിടുന്നത്. സാധാരണയായി പോളിംഗ് ശതമാനം ഉയരുമ്പോൾ അതിനെ ഭരണവിരുദ്ധ വികാരമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണാറുള്ളത്. കാരണം കഴിഞ്ഞകാല കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബീഹാറിൽ പോളിംഗ് നിരക്കിലുണ്ടായ വർധനവ് പലപ്പോഴും ഭരണമാറ്റത്തിന് കാരണമായിട്ടുണ്ട്. 1967 പോളിംഗ് ശതമാനം 7% വർദ്ധിച്ചപ്പോഴാണ് സംസ്ഥാനത്ത് ആദ്യമായി കോൺഗ്രസിന് അധികാരം നഷ്ടമായത്. പിന്നീട് 1980 7% പോളിംഗ് ഉയർന്നപ്പോൾ ജനതാ പാർട്ടിക്ക് ഭരണം നഷ്ടമാവുകയും കോൺഗ്രസ് തിരിച്ചെത്തുകയും ചെയ്തു. തുടർന്ന് 90 വീണ്ടും 5% കൂടുതൽ പോളിംഗ് കൂടിയപ്പോഴും കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇത്തവണ 65% കടന്ന് പോളിംഗ് വർദ്ധിച്ചത് ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായ ചരിത്രപരമായ സൂചനയാണ് നൽകുന്നത്. ഈ റെക്കോർഡ് പോളിംഗിന് പിന്നിൽ ഒന്നിലധികം കാരണങ്ങളാണ് മുന്നണികൾ കാണുന്നത്. ഒന്ന്, നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം. 2, NDA പറയുന്നത് പോലെ അവർക്ക് അനുകൂലമായ തരംഗം. അല്ലെങ്കിൽ പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജ് പാർട്ടിയുടെ സ്വാധീനം കാരണം യുവജനങ്ങൾ അടക്കമുള്ള അധികം ആളുകൾ പുതുതായി വോട്ട് ചെയ്യാൻ എത്തിയതാകാം എന്നതാണ്. ഛത് പൂജ നടക്കുന്ന സമയമായതുകൊണ്ട് സംസ്ഥാനത്തേക്ക് എത്തിയ ആളുകൾ മടങ്ങിപ്പോകാതെ ഇവിടെ തന്നെ വോട്ട് ചെയ്തു എന്നൊരു വ്യാഖ്യാനവും നിലവിലുണ്ട്. എങ്കിലും വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചതിനാൽ കൃത്യമായ ആളുകൾ മാത്രം വന്ന് വോട്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉയർന്ന പോളിംഗ് നിരക്കിനെ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റവും ശക്തമായി ചൂണ്ടിക്കാണിക്കുന്ന വിഷയം തൊഴിലില്ലായ്മയാണ്. ഇതിനെതിരെ RJD നേതാവ് തേജസ്വി യാദവിന്റെ പ്രഖ്യാപനം ജനങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ വലിയ ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി എന്ന അദ്ദേഹത്തിന്റെ വാഗ്ദാനം തൊഴിലില്ലായ്മയുടെ പേരിൽ കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് യുവജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഇതിന് നേർ വിപരീതമാണ് NDAയുടെ തന്ത്രങ്ങൾ. BJP നയിക്കുന്ന JDU മുന്നണി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വീതം കൈമാറ്റം ചെയ്തു എന്നാണ് അവകാശപ്പെടുന്നത്. 1 കോടിയിലധികം സ്ത്രീകൾക്ക് ഈ പണം നൽകിയെന്നും അവർ പറയുന്നു. എന്നാൽ ഈ സാമ്പത്തിക സഹായത്തെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റായി കാണാൻ കഴിയില്ല എന്നത് വസ്തുതയാണ്. കേവലം 10,000 രൂപ എന്ന ഒറ്റത്തവണ സഹായം കുടുംബങ്ങളുടെ ദീർഘകാല സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവുമല്ല. എന്നാൽ തേജസ്വി യാദവിന്റെ പ്രഖ്യാപനം ഈ ഒറ്റത്തവണ സഹായങ്ങൾക്കപ്പുറം തൊഴിൽ പോലെയുള്ള സ്ഥിര വരുമാനത്തിന്റെ പ്രാധാന്യം യുവതലമുറയെ കൃത്യമായി മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. യുവജനങ്ങളുടെ ശ്രദ്ധയെ 10,000 രൂപ എന്ന താൽക്കാലിക സഹായത്തിൽ നിന്ന് സ്ഥിരമായ വരുമാനം എന്നതിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യ സഖ്യത്തിന്റെ പ്രഖ്യാപനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സർക്കാർ ജോലി ലഭിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സാമൂഹിക സുരക്ഷിതത്വവും സാമ്പത്തിക സ്ഥിരതയും NDA നൽകിയ ഒറ്റത്തവണ സഹായത്തേക്കാൾ എത്രയോ വലുതാണ് എന്ന് ബീഹാറിലെ വോട്ടർമാർ തിരിച്ചറിഞ്ഞതിന്റെ സൂചനയാണ് റെക്കോർഡ് പോളിംഗിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിനിടെ വോട്ട് തട്ടിപ്പ് സംബന്ധിച്ചും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകൾ വെട്ടിമാറ്റാൻ ശ്രമം നടന്നിട്ടുണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. വോട്ട് തട്ടിപ്പ് നടത്തുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് BJP നേതാക്കൾ ഡൽഹിയിലും പിന്നാലെ ബീഹാറിലും വോട്ട് ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുകയുണ്ടായി. ഈ ആരോപണങ്ങൾക്കിടയിലും 1ാം ഘട്ട വോട്ടെടുപ്പ് സമാധാനപരമായാണ് അവസാനിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ചരിത്രം ഓർമ്മിപ്പിക്കുന്നതുപോലെ ഉയർന്ന പോളിംഗ് ശതമാനം ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമാണ്. തേജസ്വി യാദവിന്റെ തൊഴിൽ വാഗ്ദാനത്തിൽ പ്രതീക്ഷ അർപ്പിച്ച യുവജനങ്ങളുടെ കൂട്ടത്തോടെയുള്ള കടന്നുവരവും NDAയുടെ താൽക്കാലിക സഹായങ്ങളെ തള്ളിക്കളഞ്ഞ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പോളിംഗ് ശതമാനവുമാണ് ബീഹാറിന്റെ വിധി മാറ്റിയെഴുതാൻ പോകുന്നത്. ഇത് കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ശക്തമായ തരംഗത്തിന്റെ സൂചനയാണ് നൽകുന്നത്. വോട്ടെണ്ണൽ ദിനത്തിൽ ബീഹാറിലെ ജനവിധി എന്താകുമെന്ന് കാത്തിരുന്നു കാണാം.